ലോകത്തിനൊപ്പം കുതിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ ചിലപ്പോൾ മറ്റുള്ള എല്ലാ രാജ്യങ്ങളെക്കാട്ടിലും മുന്നിലേക്ക് എത്തുവാനുള്ള യാത്ര. മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളെ ചിലപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്കത് ഒരു കല്ലുകടിയും കണ്ണുകടിയുമാണ്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ എന്ന് പറയപ്പെടുന്ന അത്തരത്തിലാണ്. ലോകശക്തിയായിട്ടുള്ള അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇന്ത്യക്ക് പിന്നിലേക്ക് പോകുമോ എന്നവർ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ സൈനിക മികവിലും ഇന്ത്യ വളരെ മുന്നിലാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങൾ എന്ന് പറയാൻ കഴിഞ്ഞ ചെറിയ ചെറിയ യുദ്ധങ്ങൾ പോലും വളരെ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സൈനിക ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ആ വർധനവ് കാണാതെ പോകുന്ന ചില രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ പോലുള്ള ചില ചെറിയ രാജ്യങ്ങൾ മാത്രമാണ്. ബാക്കി ലോകരാജ്യങ്ങൾക്കല്ലേ എല്ലാം മതിപ്പാണ് ഇന്ത്യയെക്കുറിച്ച്. അത്രത്തോളം ശക്തി പ്രാപിച്ചിരിക്കുന്നു സൈനിക ശേഷിയിലും ഒപ്പം തന്നെ സാമ്പത്തിക ശേഷിയിലും. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ ആക്രമണ പരമ്പര, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ നമുക്കെതിരെ പലപ്പോഴും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ പാകിസ്ഥാൻ ഇങ്ങനെ പലതരത്തിലുമുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എങ്ങനെയും ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവരുടെ ചീഫ് കമാൻഡന്റ് അസീം മുനീർ അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. അസീം മുനീറിന്റെ അത്തരത്തിലുള്ള ചിന്തകൾ യുദ്ധക്കൊതിയനാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. കാരണം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ കാണുന്നതിലൊക്കെ വളരെ ഉപരിയായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ സൈനികമായിട്ട് തന്നെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പാകിസ്ഥാന് അടുത്ത കാലത്തൊക്കെ മനസ്സിലായിട്ടുള്ളതാണ്. അടിച്ചു കഴിഞ്ഞാൽ അടിച്ച് തകർത്ത് കളയും നമ്മൾ പാകിസ്ഥാനെ. അപ്പോൾ അത്തരത്തില് ഒരു പാകിസ്ഥാൻ ഇവിടെ കൊണ്ടുവന്ന് കുറെ ഡ്രോണുകൾ വിതറി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ എയർപോർട്ടുകളെല്ലാം നമ്മൾ തകർത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത്ര വളരെ ശക്തമാണ്. ഇന്ത്യയിൽ തൊട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല. ഇനിയിപ്പോ ബംഗ്ലാദേശ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു രാഷ്ട്രമാണ്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടായതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ആ ബംഗ്ലാദേശും കൂടി ഇനി പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാലും ഒരു ചുക്കും ഇന്ത്യയെ ചെയ്യാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ ഇന്ത്യക്ക് വളരെ ശക്തമായിട്ട് ഇതിനൊക്കെ പ്രതികരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനമാണെങ്കിലും സൈനിക സംവിധാനമാണെങ്കിലും ഇന്ത്യയുടെ ധനകാര്യ സ്ഥിതിയാണെങ്കിലും ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണെങ്കിലും ഇന്ത്യയെ തകർക്കാനായിട്ട് ഈ ചെറിയ ഈ രാഷ്ട്രങ്ങൾക്കൊന്നും, ഈ ചെറിയ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒന്നും ഒരു കാലഘട്ടത്തിലും നടക്കുകയില്ല. കാരണം ഇന്ത്യയെ ഭയന്ന് ജീവിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇന്ത്യ യുദ്ധത്തിന് വരുമോ എന്ന് പേടിച്ച് പാകിസ്ഥാൻ പാർലമെന്റ് ഒരാൾ നിലവിളിക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. അല്ല, അവിടെയാണ് ഈ ബംഗ്ലാദേശിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സൈനിക സഹകരണം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഒരു സൈനിക സഹകരണം എന്ന് പറയപ്പെടുന്നതിനപ്പുറം ഇവരുടെ ചില മിലിറ്ററി ഓഫീസേഴ്സിനെ പാകിസ്ഥാനിലേക്ക് അയച്ച് അവിടെ ചില യുദ്ധ പരിശീലനമൊക്കെ നടത്തി തിരികെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. സത്യത്തിൽ അതൊരു സൈനിക സഹകരണമല്ല, അതൊരു സൈനിക സംവിധാനം ഒരുക്കിയെടുക്കലാണ് എന്നതാണ്. അത്തരത്തിലൊരു സൈനിക സംവിധാനം ഒരുക്കിയെടുക്കുന്നത് ആർക്കെതിരെ തിരിയാനാണ്? അവിടെയാണ് ഇന്ത്യക്കെതിരെ തിരിയാനുള്ള ഇവരുടെ ഈ ഒരു പരിപാടിയാണ്. അസീം മുനീർ എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനിലെ ഈ പറയുന്ന പട്ടാളക്കാരനും ഈ ബംഗ്ലാദേശും ചേർന്ന് ഇത്തരത്തിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരിക്കലും ഇന്ത്യയെ തൊടാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. പക്ഷെ അവരുടെ ചില തീരുമാനങ്ങൾ, ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് സഹകരണത്തിലായിരുന്നല്ലോ ഈ ഷെയ്ഖ് ഹസീന പോകുന്നത് വരെ. ഇപ്പൊ മുഹമ്മദ് യൂനുസ് വരുന്നതിന് ശേഷമാണ് അവിടെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായി? തീർച്ചയായിട്ടും ഈ മാറ്റം സൈനികമായിട്ടുള്ള നീക്കത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളരെ സുഹൃത്തായിരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു.
ആ, ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൊടുത്തിരുന്നു. പാകിസ്ഥാന്റെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും ഇന്ത്യ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴ് സൈനിക മേധാവികൾ തമ്മിൽ, പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ബംഗ്ലാദേശിന്റെ സൈനിക മേധാവികളും തമ്മിൽ ഒരുമിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പം നടക്കുന്നത്. നേരിട്ട് ഇന്ത്യയെ ഒരു യുദ്ധത്തിന് വിളിക്കാനുള്ള കഴിവൊന്നും ഈ രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇല്ല. പിന്നെ അവർ ചെയ്യുന്നത് ഒളിച്ചും പതുങ്ങിയിരുന്ന് ചില ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അതേപോലെ കാശ്മീരിൽ നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള ചില ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ ഇതിന് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ബംഗ്ലാദേശിനായാലും പാകിസ്ഥാനായാലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കളിക്കരുത് എന്ന് തന്നെയാണ് പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും നമുക്ക് പറയാനുള്ളത്. ഈ ഡൽഹിയിൽ നടന്ന ചാവേർ ആക്രമണം ഉണ്ടായിരുന്നല്ലോ, ഈ സ്ഫോടനം, ആ സ്ഫോടനം ഒരു പരമ്പരയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള IS പോലുള്ള തീവ്രവാദ സംഘടനകൾ പലപ്പോഴും ചേർന്നു. പക്ഷേ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ചാരസംഘടനകളായിട്ടുള്ള ISI അടക്കമുള്ളവ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകൾ ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി ഇന്ത്യയെ ശിഥിലമാക്കുക, അതിനുശേഷം ഇന്ത്യക്കകത്തേക്ക് ആക്രമണം അഴിച്ചുവിടുക, അതിനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കുന്നു. ബംഗ്ലാദേശിന് സൈനിക സംവിധാനങ്ങൾ കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ആയുധ കച്ചവടം, നാളെ ചിലപ്പോൾ മിസൈലുകൾ വരെ അവർക്ക് കൈമാറ്റം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തും. പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകൾ ബംഗ്ലാദേശിലേക്ക് നൽകുന്ന ഒരു രീതി, ഇതിനെ വല്ലാത്ത രീതിയിൽ നമുക്ക് മൗനാനുവാദം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയ്ക്ക് ബംഗ്ലാദേശിനോടും ഒപ്പം തന്നെ പാകിസ്ഥാനോടും ഒരു പ്രത്യേക മമത തോന്നുന്നുണ്ട്. അത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വലിയ സൈനിക ശക്തി രൂപീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്ഫോടന പരമ്പരയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ദക്ഷിണേന്ത്യയിലും ഡൽഹിയിലും അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇന്ത്യ ശിഥിലമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുക, അതിനുശേഷം പതുങ്ങിയിരുന്ന് ഇന്ത്യയെ ആക്രമിക്കുക, ആ ഒരു തരത്തിലുള്ള നീക്കമാണോ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഏത് നീക്കം ഉണ്ടായാലും ശരി, അതിനെ ശക്തമായിട്ട് നേരിടാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒക്കെ മനസ്സിൽ കാണുമ്പോൾ ഇന്ത്യ മരത്തിൽ കാണും. അവരെവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് അടിച്ച് തകർക്കാനുള്ള കഴിവ് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ ഇന്റലിജൻസിനും ഇന്ത്യയുടെ റവായിക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി ഈ സംവിധാനങ്ങൾക്ക്, അത് ചൈനയുടെ സപ്പോർട്ട് കൂടിയാണെങ്കിൽ പോലും പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഇന്ത്യയെ നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ ഭീകര പ്രവർത്തനം വഴി ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള, ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നേരിടാൻ വളരെ വിജിലന്റ് ആയിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ട് അതിന് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം സഹകരണമുണ്ട്, റഷ്യയുടെ സഹകരണമുണ്ട്, അതേപോലെയുള്ള രാജ്യങ്ങളുടെ എല്ലാം സഹകരണം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഭീകരത ഇല്ലാതാക്കുക, ഭീകര സംഘടനകളെ ഇല്ലാതാക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിലെ 4-5 പേരെ ഏതെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കി കൊന്ന് ഇന്ത്യ അങ്ങ് നശിപ്പിച്ച് കളയാം എന്ന് ലോകത്തെ ഒരു രാഷ്ട്രവും വിചാരിക്കേണ്ട. ഇന്ത്യ ഇതിനെയൊക്കെ നേരിടാനുള്ള വളരെ ശക്തിയുള്ള, വളരെ ഇന്റലിജൻസ് ആയിട്ടും സൈനികമായിട്ടും ഒക്കെ നല്ല ശക്തിയുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ലോകത്തെ 5 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രം, ഇപ്പൊ 3ാമത്തെ പിന്നെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രിയേക്കാൾ വലിയ ഡെവലപ്മെന്റ് റേറ്റ് ആണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അതേപോലെ ചൈനയ്ക്കും ഒന്നും ഇന്ത്യയെ തൊട്ട് കളിക്കുന്നതിനോ ഇന്ത്യക്കൊരു തിരിച്ചടി നൽകുന്നതിനോ ഒരു കാലഘട്ടത്തിലും ഇനി കഴിയുകയില്ല.